ആദരണീയായ യോഗാധ്യക്ഷൻ ജ്യോതി ബസു അവർകൾ സ്വാഗത ഭാഷണം നടത്തിയിട്ടുള്ള സജ്ന ബാബു, ഉദ്ഘാടനം നിർവഹിച്ച അസ്ലം ചെറുവാടി, ഈ സദസ്സിനെ സമ്പന്നമാക്കിയ മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മുനീർ ഗോതമ്പറോട്, ഷംസുദ്ദീൻ ചെറുവാടി, അബ്ദുമാഷ്, നദീറ ഇയൻ, മറ്റ് സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, UDF സാരഥികളെ വിജയിപ്പിക്കുക എന്ന ക്യാപ്ഷനിൽ കൊടിയത്തൂർ പഞ്ചായത്ത് വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഓൺലൈൻ പൊതുയോഗം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. കാരണം എണ്ണപ്പെട്ട ദിവസങ്ങളാണ് വരുന്ന തെരഞ്ഞെടുപ്പിനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വിശിഷ്യ നിലവിലെ ഭരണസമിതിക്ക് സൗകര്യങ്ങൾ ചെയ്ത് അധികാരത്തിലേറ്റിയിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ഈ ഭരണസമിതിയുടെ പോരായ്മകളും വരുന്ന 5 വർഷത്തേക്ക് പുതിയ ഒരു ഭരണസമിതിയെ അധികാരത്തിലേറ്റുന്നതിൻ്റെ ആവശ്യകതയും അവർ പറയുമ്പോൾ അതിനേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് ഭരണവും മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക ഭരണസമിതികളാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഭരണസമിതിയോ പ്രതിപക്ഷമോ ഇല്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നാടിൻ്റെ സമൂലമായ പുരോഗതിക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു കൂട്ടമായി നിൽക്കുക എന്നുള്ളതാണ് ഈ തദ്ദേശ ഭരണസമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു അർത്ഥത്തിലുള്ള കൂട്ടായ്മയാണ് ഇത്തവണ കൊടിയത്തൂർ പഞ്ചായത്തിൽ സംജാതമായിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം LDF കൊടിയത്തൂർ ഭരിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് 5 വർഷമാണ് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ നഷ്ടപ്പെട്ട 5 വർഷക്കാലം വരുന്ന 5 വർഷക്കാലത്തെ ഭരണസമിതിക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ്, അതിനനുസൃതമായ സ്ഥാനാർത്ഥികളെയും അതിനനുസൃതമായ ഒരു പരിപാടികളുടെ സംഹിതയുമായിട്ടാണ് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയും ഈ പഞ്ചായത്തിലെ പൊതുസമൂഹവും രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ മേന്മകളും അതിൻ്റെ കുറവുകളും പറയേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ തീർത്തും കൊടിയത്തൂരിന് അപമാനകരമായ ഒരു ഭരണസമിതിയെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടി വരിക. യാതൊരു ദീർഘവീക്ഷണവുമില്ലാത്ത പുതുതായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് പോലും സംവിധാനം ചെയ്തിട്ടില്ലാത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് കടന്നുപോയിട്ടുള്ളത്. കാലാകാലങ്ങളിൽ ഗവൺമെൻറ്റുകൾ കൊടുക്കുന്ന പാൻ ഫണ്ട് ഉപയോഗിച്ച് ഇതര പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന പ്രവൃത്തികൾക്കപ്പുറം ഒരു പ്രവൃത്തിയും ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് അവരുടെ പ്രഖ്യാപനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ അവകാശപ്പെടുന്ന ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് കാർഷിക മേഖലയാണ്, വിദ്യാഭ്യാസ മേഖലയാണ്, വൃദ്ധരുടെയും വികലാംഗരുടെയും മേഖലയാണ്, അതുപോലെ യുവജനങ്ങളുടെ മേഖലയാണ്, അതുപോലെ പശ്ചാത്തല സൗകര്യമാണ്. അതേപോലെ അതിൽ ഉപരിയായിട്ടുള്ളത് ഇന്ന് ആരോഗ്യ മേഖലയുമാണ്. ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഒരു വിഷയം പോലും ഒരു പദ്ധതി പോലും എടുത്തു പറയാൻ ഇവിടുത്തെ കഴിഞ്ഞു പോയ ഭരണസമിതിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും കൂടുതൽ പറയുന്നത് കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളാണെങ്കിൽ കാർഷിക മേഖലയിൽ ഐക്യജനാധിപത്യ മുന്നണി തുടങ്ങിവെച്ച കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ ഉദാഹരണം പറയുമ്പോൾ കല്ലന്തോട് പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ട കൃഷിഭൂമികളിൽ നെൽകൃഷി ഇറക്കിയെന്ന് പറയുമ്പോൾ ആ കല്ലന്തോട് പദ്ധതി ഈ കൊടിയത്തൂർ പഞ്ചായത്തിൽ യാഥാർത്ഥ്യമാക്കിയത് കഴിഞ്ഞ UDF ഗവൺമെൻറ് ആയിരുന്നു എന്നുള്ളതും UDF പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലിരിക്കുമ്പോൾ അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി മോഹനൻ വന്നിട്ടാണ് ആ കല്ലന്തോട് പദ്ധതിക്ക് തറക്കല്ലിട്ടത് എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കെ ആ പദ്ധതിയെ ആകെ തകിടം മറിക്കുകയും അത് കോൺട്രാക്ടർമാർക്ക് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയാക്കി മാറ്റി, എസ്റ്റിമേറ്റ് മാറ്റി ആ പദ്ധതി ഇന്ന് 1 കോടിയിൽ പരം രൂപ ചെലവഴിച്ചെങ്കിലും അവിടുത്തെ കർഷകർക്ക് അവിടുത്തെ നെൽവയലുകൾ കൃഷിയോഗ്യമാക്കുന്നതിന് പറ്റാത്ത രീതിയിൽ മാറിയിരിക്കുന്നതിന് ആ നാട്ടുകാർ സാക്ഷികളാണ്.
അതുകൊണ്ട് തന്നെയാണ് ഈ മാസവും അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലുമാണ് ചെറുവാടിയിലെ പുഞ്ചപ്പാടത്ത് കൃഷി ഇറക്കേണ്ടിയിരുന്നത്. എന്നാൽ അവിടെ കൃഷി ഇറക്കേണ്ടിയിരുന്ന കാലത്ത് കൃഷി ഇറക്കാൻ സാധിക്കാതെ വിളവെടുക്കേണ്ട കാലത്ത് കൃഷി ഇറക്കേണ്ട ഒരു സാഹചര്യം ചെറുവാടിയിലെ നെൽവയലുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1 കോടിയിൽ പരം വരുന്ന തുക അഴിമതിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ആളുകൾക്ക് കാശ് കീശയിലാക്കാനുള്ളൊരു മാർഗമായി അതിനെ മാറ്റിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ നെൽകൃഷി എന്ന് പറയുന്നത് 25 വർഷത്തിന് ശേഷമാണ് ചെറുവാടിയിൽ പുഞ്ചപ്പാടത്ത് നെൽകൃഷി ആരംഭിക്കുന്നത് എന്ന് ഇന്നത്തെ ഭരണസമിതി പറയുമ്പോൾ, കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് CPMൻ്റെ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ജമീല കാനത്തിലാണ് ഞാറ്റടി എന്ന പേരിൽ ചെറുവാടി പുഞ്ചപ്പാടത്ത് കൃഷി ഇറക്കിയിട്ടുള്ളതും അതിന് വിളവെടുത്തിട്ടുള്ളതും. അങ്ങനെ UDF കൊണ്ടുവന്ന പദ്ധതികൾ, വിശിഷ്യ കള്ളന്തോട് പദ്ധതി ഉൾപ്പെടെ പുഞ്ചപ്പാടം ഉൾപ്പെടെ, അത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ നേട്ടങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നതിൽ അപ്പുറം ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. നെൽകർഷകർക്ക് വിത്തും വളവും സൗജന്യമായി കൊടുക്കുന്നത് കൊടിയത്തൂരിൻ്റെ പ്രത്യേകതയല്ല. കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും കാർഷിക മേഖലയിൽ അത് നടപ്പാക്കുന്നുണ്ട്. കവുങ്ങ് കർഷകർക്കും തെങ്ങ് കർഷകർക്കും വാഴ കർഷകർക്കും വളം കൊടുക്കുന്നതും തുരിശു കൊടുക്കുന്നതും എല്ലുപ്പൊടി കൊടുക്കുന്നതും കൊടിയത്തൂരിൻ്റെ മാത്രം പ്രത്യേകതയല്ല, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും കൊടുക്കുന്നതാണ്. അതിലപ്പുറത്തേക്കുള്ള ഒരു പ്രവർത്തനവും ഈ പഞ്ചായത്തിൽ നടത്താൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധീനതയിലുള്ള കോഓപ്പറേറ്റീവ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശ്രിതർക്ക് സാമ്പത്തിക സൗകര്യം ഒരുക്കി കൊടുക്കാനല്ലാതെ ഈ പഞ്ചായത്തിൽ കർഷകർക്ക് യാതൊരു ഗുണവും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി വാങ്ങിക്കൊടുത്തത് ഏതെങ്കിലും 1-2 സ്കൂളുകളിൽ ബെഞ്ചും ഡെസ്കുമല്ലാതെ ഒരു അടിസ്ഥാനപരമായ സൗകര്യവും ഈ ഗ്രാമപഞ്ചായത്തിൽ ഒരുക്കിയിട്ടില്ല. അക്കാദമിക് മേഖലയിലാണെങ്കിൽ ഒരു കാര്യവും എടുത്തു പറയാനില്ല. എന്നാൽ കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ അത് കേരളത്തിന് തന്നെ മാതൃകയാണ് എന്നുള്ളത് മുഴുവൻ ആളുകളും അംഗീകരിച്ചിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല, ഈ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിലാണ് 10 ലക്ഷം രൂപ അവാർഡായി ഈ ഗ്രാമപഞ്ചായത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, വിദ്യാഭ്യാസ മേഖലയിൽ നവീനങ്ങളായ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അത് ഇന്ന് കേരളം തന്നെ മാതൃകയായി സ്വീകരിക്കുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും കഴിഞ്ഞ മാസമാണ് കേരളത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളും ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂമുകളായി പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പരിപാടി നടത്തിയിട്ടുള്ളത്. എന്നാൽ 5 വർഷങ്ങൾക്ക് മുൻപാണ് കൊടിയത്തൂരിലെ ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഗ്രാമപഞ്ചായത്തിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് കൊടിയത്തൂർ കേരളത്തിന് മാതൃകയായതിന് തുല്യമാണ്. അതുപോലെ തന്നെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറികൾ, പഠന വീടുകൾ എന്ന പേരിൽ ഈ പഞ്ചായത്തിലെ 8 കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ, വിശിഷ്യ SC വിഭാഗങ്ങൾക്ക് ചെയ്തു കൊടുത്തപ്പോൾ, അവർക്ക് സൗജന്യമായി ട്യൂഷനുകൾ ഒരുക്കി കൊടുത്തപ്പോൾ, SC വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠന ടൂറുകൾ ഒരുക്കി കൊടുത്തപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതി അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പറഞ്ഞാൽ അവസാനിക്കാത്ത അത്രയ്ക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ UDF ചെയ്തപ്പോൾ 26 അംഗനവാടികളിൽ 23 എണ്ണത്തിനും പരിപൂർണമായ ഭൗതിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള കെട്ടിടം രൂപകൽപ്പന ചെയ്ത് പ്രാവർത്തികമാക്കിയപ്പോൾ ആ കെട്ടിടങ്ങളുടെ പെയിൻ്റ് അടിക്കാൻ പോലും സാധിക്കാത്ത ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷക്കാലം കടന്നുപോയിട്ടുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കും, വരുന്ന 5 വർഷക്കാലം വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഭരണസമിതി തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർജീവമാക്കി വച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് പുനരുജ്ജീവിപ്പിക്കുകയും, പ്രത്യേകിച്ച് ഇക്കാലങ്ങളിൽ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ ചെന്ന് പഠിക്കുക പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള 8 പഠന വീടുകളും പുനരുജ്ജീവിക്കുകയും അവയിൽ ഡിജിറ്റലൈസ്ഡ് പഠന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യാനുള്ള സംവിധാനം ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ വന്നാൽ നിർവഹിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് വനിതാ മേഖല. നമുക്കറിയാം, പതിറ്റാണ്ടുകൾക്ക് പഴക്കമുണ്ട് വനിതകൾക്ക് ആട് കൊടുക്കുന്നതിന്, പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വനിതകൾക്ക് കോഴി കൊടുക്കുന്നതിന്. എന്നാൽ അതൊന്നും ശാശ്വതമായിട്ടുള്ള വനിതകളുടെ ഉദ്ധാരണത്തിന്
പ്രാമുഖ്യം നൽകുന്ന, പ്രാധാന്യം നൽകുന്ന വസ്തുതയല്ല എന്ന് പുതിയ കാലം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വനിതകൾക്ക് വേണ്ടത് പുതിയ കാലത്ത് സ്വയം പര്യാപ്തരാവാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളാണ്. യുവാക്കൾക്ക് വേണ്ടത് പുതിയ കാലത്ത് ഈ ലോകത്തോട് വെല്ലുവിളിച്ച് ലോകത്തിൻ്റെ മുൻപിൽ മുന്നേറാനുള്ള സൗകര്യമാണ് യുവാക്കൾക്ക് വേണ്ടത്. ഈ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പൂർണ്ണമായ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിന് കഴിഞ്ഞ UDF ഭരണസമിതി തുടക്കം കുറിച്ചിട്ടുണ്ട്. ഫിനിഷിംഗ് സ്കൂൾ എന്ന പേരിൽ ഒരു സംവിധാനം. വനിതാ മേഖലകളിൽ ലഭിക്കുന്ന പണം മറ്റ് ആട് കോടി മേഖലകളിൽ മാറ്റിവെക്കുന്നതിന് പകരം ഫിനിഷിംഗ് സ്കൂൾ എന്ന പേരിൽ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് കൊടിയത്തൂർ അങ്ങാടിയിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി കെട്ടിടം പണിതുയർത്തി പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി ലക്ഷങ്ങൾ നീക്കിവെച്ച് അതിലേക്ക് ഡിജിറ്റൽ ലൈബ്രറി ആരംഭിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് 1,00,000 രൂപ മാറ്റിവെച്ച് ലൈബ്രറിക്ക് ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയ പുസ്തകങ്ങൾ ഇന്നും കൊടിയത്തൂർ UP സ്കൂളിൽ പൊടി പിടിച്ച് കിടക്കുകയല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടത്തിലേക്ക് മാറ്റാനും അവിടെ ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ച് വനിതകളായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള യുവതികൾക്ക്, യുവാക്കൾക്ക് മത്സര പരീക്ഷകളെ നേരിടാൻ ആവശ്യമായ സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് ഫിനിഷിംഗ് സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലൊരു സംവിധാനം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ പോലും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. ഇന്നത്തെ കാലത്ത് അഭിമുഖ പരീക്ഷകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ കാലത്ത് ട്രെയിനിങ്ങുകൾക്ക് ഏറെ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. എന്തിനേറെ യൂറോപ്യൻ രാജ്യങ്ങളിൽ, വികസന രാജ്യങ്ങളിൽ നമ്മളൊരു പെട്ടിക്കട തുടങ്ങുകയാണെങ്കിൽ പോലും ലൈസൻസിന് അപേക്ഷ കൊടുത്താൽ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ലൈസൻസ് കിട്ടും. എന്നാൽ വികസിത രാജ്യങ്ങളിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങുകൾ ഉണ്ടാവും, പരിശീലനങ്ങൾ ഉണ്ടാവും. അത്തരത്തിൽ പുതിയ കാലത്ത്, പുതിയ ലോകത്ത് മുന്നേറത്തക്ക രീതിയിൽ നമ്മുടെ യുവതി യുവാക്കൾക്ക് ആവശ്യമായ പരിശീലന സംവിധാനം ഒരുക്കാനുള്ള ഒരു പരിപാടിയാണ് ഐക്യജനാധിപത്യ മുന്നണി തുടക്കം കുറിച്ചിട്ടുള്ളത്. വരുന്ന 5 വർഷക്കാലം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭരണം ലഭിക്കുമ്പോൾ എല്ലാ മത്സര പരീക്ഷകളെയും തരണം ചെയ്ത് ഈ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വീടുകളിൽ നിന്നും ഒരാളെയെങ്കിലും ഗവൺമെൻറ് ജീവനക്കാരെയോ ജീവനക്കാരനോ ആക്കാനുള്ള ഒരു സംവിധാനത്തിനാണ് വരുന്ന ഭരണസമിതി മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ കാലത്ത് യുവാക്കൾക്ക് കളിസ്ഥലം ഏറെ പ്രാധാന്യമാണ്. കളിസ്ഥലം എന്ന് പറയുമ്പോൾ അതൊരു ഫുട്ബോൾ കോർട്ട് മാത്രമായി കാണുന്നൊരു കാലമാണ് നമുക്കുണ്ടായിരുന്നത്. കളി എന്ന് പറയുന്നത് ഇന്ന് വിനോദം മാത്രമല്ല, വ്യായാമത്തിന് ഏറെ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു. വ്യായാമം നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യയായി മാറിയിരിക്കുന്നു, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. വരും തലമുറകൾക്ക്, നമ്മുടെ പ്രായമായവർക്കും യുവാക്കൾക്കും അല്ലാത്തവർക്കും വ്യായാമം ചെയ്യാനുള്ള സംവിധാനം ഈ പഞ്ചായത്തിൻ്റെ പോക്കറ്റുകളിൽ ഏർപ്പെടുത്താനുള്ള ഒരു പരിപാടിക്ക് ഐക്യജനാധിപത്യ മുന്നണി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലായിടങ്ങളിലും സ്കൂളുകളുണ്ട്. സ്കൂളുകൾക്ക് വിശാലമായ ഭൗതിക സൗകര്യങ്ങളുണ്ട്, ഗ്രൗണ്ടുകളുണ്ട്. നമുക്ക് പല അങ്ങാടികളിലും പുറംപോക്കുകളുണ്ട്, പൊതു ഇടങ്ങളുണ്ട്. ഈ ഇടങ്ങളിലൊക്കെ മെഷീൻ ഉപയോഗിച്ചുള്ളതാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത രീതിയിലുള്ളതാണെങ്കിൽ അങ്ങനെ, ആ രീതിയിലുള്ള ഒരു വ്യായാമ സംവിധാനം ഒരുക്കുകയും യുവാക്കൾക്ക് ഫുട്ബോൾ ഉൾപ്പെടെ, ഷട്ടിൽ ഉൾപ്പെടെ, വോളിബോൾ ഉൾപ്പെടെയുള്ള കായിക പരിപാടികൾക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും വരുന്ന ഭരണസമിതി തീർച്ചയായും സജ്ജമായിരിക്കും. അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ അധികാരത്തിലേറിയ സമയത്ത് പുഴ സംരക്ഷണത്തിൻ്റെ പേരിലാണ് ഇരുവഴിഞ്ഞിയും ചാലിയാറും ചാലിട്ടൊഴുകുന്ന നമ്മുടെ 2 അതിര് കാക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കൊടിയത്തൂർ. ഈ കൊടിയത്തൂരിന് ഈ പുഴ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഇലയനക്കം സൃഷ്ടിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, കഴിഞ്ഞ 5 വർഷക്കാലം ഐക്യമുന്നണി ഭരിച്ചിരുന്ന സമയത്ത് ഇരുവഴിഞ്ഞിയുടെ വെള്ളരിമല, ആരംഭം മലയായിട്ടുള്ള വെള്ളരിമല മുതൽ ഇങ്ങ് ചാലിയാറിൻ്റെ ഓരം വരെയുള്ള മുഴുവൻ പഞ്ചായത്തുകളെയും, കൊടിയത്തൂർ, കാരശ്ശേരി, തിരുവമ്പാടി, കോടഞ്ചേരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു കോർഡിനേഷൻ രൂപീകരിക്കാനും തീരതലങ്ങളിൽ ഗ്രാമസഭകൾ രൂപീകരിച്ച് പുഴ സംരക്ഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും വീടുകളിലെ കുളിമുറികളിൽ കുളിച്ചിരുന്ന ആളുകളെ പുഴകളിലേക്ക് ആകർഷിക്കാനുള്ള കുളിക്കടവുകൾ ഉൾപ്പെടെയുള്ള പുഴ സംരക്ഷണ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് അന്ന് തുടക്കം കുറിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിന് പ്രിയപ്പെട്ട നാട്ടുകാരെ അടുത്ത 5 വർഷം ഒരു അവസരം UDFന് കൊടുക്കുക. നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുഴകളെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. മഴക്കാലമായാൽ വെള്ളപ്പൊക്കം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന
അല്ലെങ്കിൽ നല്ല ശുദ്ധജലം ലഭിക്കാത്ത ഒരു കൊടിയത്തൂർ, വേനൽക്കാലമായാൽ വെള്ള ദൗർബല്യത കൊണ്ട് കുടിവെള്ളം ലഭിക്കാത്ത, ശുദ്ധജലം ലഭിക്കാത്ത കൊടിയത്തൂർ പഞ്ചായത്ത്. കഴിഞ്ഞ കാലങ്ങളിലെ UDF ഭരണസമിതി കോടികൾ മുടക്കി കൊണ്ടുവന്ന കുടിവെള്ള പദ്ധതികൾ മാത്രമാണ് ഇന്ന് കൊടിയത്തൂരിൻ്റെ ഏക കുടിവെള്ള ആശയ പദ്ധതികൾ. അത് തടായി കുടിവെള്ള പദ്ധതിയാവട്ടെ, അത് ഐലാക്കോട് കുടിവെള്ള പദ്ധതിയാവട്ടെ, അതിലപ്പുറം ഒരു കുടിവെള്ള പദ്ധതി പോലും ഗ്രാമപഞ്ചായത്തിന്റെ നയാ പൈസ മുടക്കി ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടക്ക് നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഭരണസമിതിയെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? ഒരു നയാ പൈസ മുടക്കി ഒരു കുടിവെള്ള പദ്ധതി പോലും നടപ്പാക്കിയിട്ടില്ല. ഇവർ പദ്ധതി രേഖകളിൽ പറയുന്ന ഐലാക്കോട് കുടിവെള്ള പദ്ധതിക്ക് ആകെ 3 ലക്ഷം രൂപ മാറ്റിവെച്ചു എന്ന് പറയുകയല്ലാതെ ആ പണം കൊണ്ട് ഒരു മോട്ടോർ പോലും വാങ്ങിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഒട്ടനവധി കുടിവെള്ളം ലഭ്യമാവാത്ത പ്രദേശങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ട്. നമുക്കാണെങ്കിൽ ചാലിയാറും ഇരുവഴിഞ്ഞിയുമുണ്ട്. ഇനിയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ബൃഹത് പദ്ധതികൾ ഈ പഞ്ചായത്തിൽ ആരംഭിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഐക്യമുന്നണി അധികാരത്തിൽ വന്നാൽ മുഴുവൻ ആളുകളുടെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന പദ്ധതികൾ ആരംഭിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. എന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വരൾച്ച സമയത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പണം ഉപയോഗിച്ചിട്ടാണ് ഓരോ കുന്നിന് മുകളിലും ഓരോ മലമുകളിലും ഓരോ മൂലകളിലും കുടിവെള്ളം എത്തിച്ചിട്ടുള്ളത്. അന്ന് ഒരു വ്യവസായിയുടെയും അന്ന് ഒരു വ്യക്തിയുടെയും അന്ന് ഒരു കോറി മുതലാളിയുടെയും ഒരു രൂപ പോലും വാങ്ങാതെയാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളം എത്തിച്ചിട്ടുള്ളത് എങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലവും നമ്മുടെ പാവപ്പെട്ട ആളുകളെ നമ്മുടെ പാവപ്പെട്ട കോളനികളിലും അതുപോലെ മലമുകളിലുകളിലും താമസിക്കുന്ന ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തത് ക്രഷർ മുതലാളിമാരായിരുന്നു, ഈ പഞ്ചായത്തിലെ ക്രഷറിന്റെ ഉടമകളായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതി പാവപ്പെട്ട ആളുകളെ ക്രഷർ മുതലാളിമാരുടെ അടിമകളാക്കി വെക്കുന്ന, അവർക്ക് മുമ്പിൽ ഒരു നേരത്തെ കുടിവെള്ളത്തിന് വേണ്ടി ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റുകയല്ലാതെ അവർക്ക് ശാശ്വതമായി വെള്ളം ലഭിക്കാനുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം പരാജയമായിരുന്നു ഈ ഭരണസമിതി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഭരണസമിതിയുടെ കാലത്ത് ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് ആരോഗ്യ മേഖലയിൽ NRHMന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 10 വർഷത്തിലധികമായി നല്ല രീതിയിൽ മരുന്നുകൾ ലഭ്യമാവുന്നുണ്ട്, നല്ല രീതിയിൽ ഡോക്ടർമാർ വരുന്നുണ്ട്. പക്ഷേ പ്രായമായ ആളുകൾക്ക് അല്ലെങ്കിൽ രോഗം മൂർച്ഛിച്ച് ഇനിയൊരു ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യമുള്ള ഒട്ടനവധി ആളുകൾ, പാലിയേറ്റീവിന്റെ കരസ്പർശം നിർബന്ധമായി ഏൽക്കേണ്ട ഒട്ടനവധി ആളുകളുള്ള ഒരു പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ പാലിയേറ്റീവ് മേഖലകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അനിർവചനീയമാണ്. അത്രയ്ക്ക് പ്രവർത്തനങ്ങൾ നടത്തി കടന്നുപോയ ഒരു ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഏറ്റെടുത്തപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പാലിയേറ്റീവ് സംവിധാനത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ പോലും പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. എറിക് എൽ കോക്കർ എന്ന് പറയുന്ന ലോക പാലിയേറ്റീവ് സംഘടനയുടെ കോർഡിനേറ്റർ കേരളം സന്ദർശിച്ചിരുന്നു ഐക്യമുന്നണി ഭരിക്കുന്ന സമയത്ത്. അദ്ദേഹം വന്ന് പറഞ്ഞത് കൊടിയത്തൂർ ലോകത്തിന് മാതൃകയാണ്. എന്താ കാരണം? ഗ്രാമതലങ്ങളിൽ ആദ്യമായി 24 മണിക്കൂറും ഹോം കെയർ സംവിധാനം ഒരുക്കിയിട്ടുള്ള ഏക പഞ്ചായത്ത് ലോകത്തിലേത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തായിരുന്നു എന്ന് ലോകത്തിന് മുൻപിൽ വിളിച്ചു പറഞ്ഞത് എറിക് എൽ കോക്കർ എന്ന് പറയുന്ന ലോക പാലിയേറ്റീവ് സംഘടനയുടെ കോർഡിനേറ്റർ ആയിരുന്നു. ഐക്യമുന്നണിക്കാരും ആയിരുന്നില്ല, ഞങ്ങളുടെ ജനപ്രതിനിധികളായിരുന്നില്ല. അത്രയ്ക്ക് പ്രവർത്തനങ്ങൾ നടത്തി. 2 വാഹനങ്ങൾ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് വേണ്ടി മാത്രം സജ്ജീകരിച്ചു. അവിടെ 2 നഴ്സുമാർക്കും 1 ഡ്രൈവർക്കും ഗ്രാമപഞ്ചായത്ത് ശമ്പളം കൊടുത്തു. അവർക്ക് ആവശ്യമുള്ള മുഴുവൻ തുകയും, ഹോം കെയർ ആവശ്യത്തിന് ആവശ്യമായ മുഴുവൻ തുകയും ഓരോ വർഷവും 5 ലക്ഷം രൂപ നീക്കിവെച്ചത് കഴിഞ്ഞ ഭരണസമിതിയായിരുന്നു. 20 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഓഡിറ്റോറിയം ഉണ്ടാക്കിയത്, അവിടെ ഓഫീസ് ഉണ്ടാക്കിയത്, അവിടെ സ്പീച്ച് തെറാപ്പിക്കും ഫിസിയോതെറാപ്പിക്കും സൗകര്യങ്ങൾ ഒരുക്കിയത്, അതിനാവശ്യമായിട്ടുള്ള മെഷീനുകൾ സജ്ജീകരിച്ചത് കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു. ഓരോ വർഷവും 24 മണിക്കൂറും വീട്ടിലിരുന്ന് അകത്തളങ്ങളിൽ മാത്രം ശ്വാസോച്ഛ്വാസം കഴിച്ച് കിടന്നിരുന്ന ആളുകളെ വർഷത്തിലൊരിക്കൽ പുറത്തേക്ക് കൊണ്ടുവന്ന് കുടുംബ സംഗമങ്ങൾ നടത്തി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെ കാണാനും പരിചയപ്പെടാനും ഓർമ്മ പുതുക്കാനും അവസരമൊരുക്കിയ കുടുംബ സംഗമങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തവണ നടത്തിയിരുന്നുവെങ്കിൽ
അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ആ കുടുംബ സംഗമങ്ങളല്ലാതെ മറ്റൊരു പ്രവർത്തനവും പാലിയേറ്റീവ് മേഖലയിൽ സംഘടിപ്പിക്കാൻ ഇവിടുത്തെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ ഇനിയും സംഘടിപ്പിക്കാണ്ട്. തീർച്ചയായിട്ടും വരുന്ന ഭരണസമിതി ഏറ്റവും മുൻതൂക്കം കൊടുക്കുക ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായിരിക്കുമെന്ന് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ മേഖലകളിൽ ആരോഗ്യ മേഖലയെ പോലെ തന്നെ പ്രധാനപ്പെട്ട പല മേഖലകളിലും LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനം തുലം കുറവായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ട 5 വർഷക്കാലങ്ങൾ. അവസാനമായി ഞാൻ ഒരു കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിക്ക് തൊഴിലുറപ്പ് മേഖലയിൽ 2 അവാർഡുകൾ നേടിയെടുക്കാൻ സാധിച്ചുവെങ്കിൽ ആ മേഖലയിൽ ജില്ലയിലെ നമ്പർ 1 ഗ്രാമപഞ്ചായത്ത് 2 തവണ കൊടിയത്തൂർ ആയിരുന്നുവെങ്കിൽ ഒരു തവണ ജില്ല വേണ്ട ഈ ബ്ലോക്കിലെ തന്നെ നമ്പർ 1 ആവാൻ ഈ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും വൃത്തിയും ഭംഗിയുമുള്ള ഒരു ഓഫീസ് കെട്ടിടമുണ്ട്. ആ ഓഫീസ് 20 ലക്ഷം രൂപ മുതൽ മുടക്കി ആ ഓഫീസ് ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിച്ചതും ISO അംഗീകാരത്തിന് അർഹതപ്പെട്ട് അപേക്ഷ കൊടുക്കാൻ എന്തെല്ലാം സൗകര്യങ്ങളാണോ വേണ്ടത് അവിടെ റെക്കോർഡ് റൂം ഒഴികെയുള്ള ഫയലുകൾ സൂക്ഷിച്ചു വെക്കേണ്ട റെക്കോർഡ് റൂം ഒഴികെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് കഴിഞ്ഞ ഭരണസമിതി ഇറങ്ങിപ്പോകുന്നത്. അതിന് ഒരു അപേക്ഷ കൊടുത്ത് ISO അംഗീകാരം വാങ്ങിച്ചതല്ലാതെ ഒരു മുടക്കും ആ മേഖലയിൽ ഈ ഭരണസമിതിക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് കാർഷിക വിദ്യാഭ്യാസ മേഖലകളെ പോലെ തന്നെ വളരെയേറെ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലുള്ള വികലാംഗരായിട്ടുള്ള അല്ലെങ്കിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് കുട്ടികളായിട്ടുള്ള ആളുകൾക്ക്, ഇവിടെ വൈകല്യം ബാധിച്ച ആളുകൾക്ക് ഒട്ടനവധി സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ ഓരോ വർഷവും പഞ്ചായത്തിന് തുല്യമായ വിഹിതം നൽകുന്നുണ്ട്. ആ പണം ഓരോ വ്യക്തികൾക്കും സ്കോളർഷിപ്പ് ഇനത്തിൽ എഴുതി കൊടുക്കുക എന്നുള്ളത് ഏതൊരു ഉദ്യോഗസ്ഥനെ കൊണ്ടും ചെയ്യാൻ കഴിയുന്ന സാധ്യമാണ്. നേരെ മറിച്ച് ലഭ്യമാവുന്ന തുകയും പൊതുസമൂഹത്തിൽ നിന്ന് സമാഹരിക്കുന്ന തുകയും ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ച് അത് ഭാവിയിൽ അവർക്ക് ഗുണമാവുന്ന രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഒരു ഭരണസമിതിയുടെ കർത്തവ്യം. ആ കർത്തവ്യ നിർവഹണത്തിൽ ഏറെ പിറകിൽ പോയ ഒരു പഞ്ചായത്താണ് കഴിഞ്ഞു പോയത്, ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞു പോയത് എന്ന് പറയുന്നതിൽ വളരെ വേദനയുണ്ട്. കാരണം ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ ഏറെ പരിഗണന കിട്ടുന്ന, സഹായം കിട്ടുന്ന ഒരു വിഷയമാണ്. അത് ആ ഒരു അർത്ഥത്തിൽ കഴിഞ്ഞ UDF ഭരണസമിതി പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇവിടെ മാനസിക വൈകല്യം ബാധിച്ച കുട്ടികൾക്ക് പൊതു സ്കൂളുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ ആട്ടിൻ പറ്റങ്ങളെ രാവിലെ കൂട്ടിൽ നിന്ന് തുറന്നു വിട്ട് മേയാൻ വിടുകയും വൈകുന്നേരം കൂട്ടിൽ കയറ്റി അടച്ചിടുന്നതും പോലെയുള്ള ഒരു പഠന രീതിയാണ്, അല്ലെങ്കിൽ പൂർണ്ണ ബോധമുള്ള പൂർണ്ണ ആരോഗ്യമുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം പൂർണ്ണ ബോധമില്ലാത്ത അല്ലെങ്കിൽ മാനസികമായി വൈകല്യം ബാധിച്ച കുട്ടികൾക്ക്, ശാരീരികമായി വൈകല്യം ബാധിച്ച കുട്ടികൾക്ക് കൊടുക്കുന്നത് പ്രായോഗികമല്ല എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു യുവതയെ, ആ ഒരു വിദ്യാർത്ഥികളെ, ആ ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് പല പദ്ധതികളും ആവിഷ്കരിക്കുകയും അതിലേറെ പ്രധാനപ്പെട്ടത് ഓട്ടിസം സെൻ്ററാണ്. ഈ പഞ്ചായത്തിൽ മാത്രമല്ല, സമീപ പ്രദേശത്തുള്ള ഒരുപാട് വൈകല്യം ബാധിച്ച കുട്ടികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്, സ്പീച്ച് തെറാപ്പി ആവശ്യമായ കുട്ടികളുണ്ട്, ഫിസിയോതെറാപ്പി ആവശ്യമായ കുട്ടികളുണ്ട്. ഇവർക്കൊക്കെ ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി ഒരു കെട്ടിടം പണിയുകയും അവിടെ ആവശ്യമായ മെഷീൻ സൗകര്യങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കുകയും ലാബുകൾ ഒരുക്കുകയും അവിടേക്ക് ആവശ്യമായ ട്രെയിനർമാരെയും ടീച്ചർമാരെയും നിയമിക്കുകയും അവർക്ക് ശമ്പളം കൊടുക്കുകയും ചെയ്ത ഒരു ഭരണസമിതി കടന്നുപോവുകയും കഴിഞ്ഞ 5 വർഷക്കാലം പുതിയ ഭരണസമിതി അധികാരത്തിലേറുകയും ചെയ്തപ്പോൾ ആ ഓട്ടിസം സെൻ്ററൊക്കെ പൊടിപിടിച്ച് പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊക്കെ നമുക്ക് പുനരുദ്ധരിക്കുകയും പുതിയ നാളേക്ക് വേണ്ടി ഈ കുട്ടികൾക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്യാൻ പുതിയ ഭരണസമിതിക്ക് സാധിക്കണം. അതിന് അവസരമൊരുക്കണമെന്നാണ് പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, BP മൊയ്തീൻ, എൻ്റെ മൊയ്തീൻ സിനിമ വന്നതിന് ശേഷമാണ് BP മൊയ്തീനെ കുറിച്ച് ലോകമറിയുന്നത്. എന്നാൽ ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ BP മൊയ്തീൻ തോണി അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട തെയ്യത്തുംകടവിൽ 38 ലക്ഷം രൂപ ചെലവിൽ
കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഒരു മാതൃക അംഗനവാടി കേരള സർക്കാർ ഉമ്മൻചാണ്ടി അനുവദിച്ചിട്ടുള്ളത് കൊടിയത്തൂർ പഞ്ചായത്തിലേക്കായിരുന്നു 38 ലക്ഷം രൂപയുടെ അംഗനവാടി. ആ അംഗനവാടിക്ക് അന്നത്തെ UDF ഭരണസമിതി ഇട്ട പേര് BP മൊയ്തീന്റെ പേരായിരുന്നു. AM ഉസ്സൻകുട്ടി എന്ന് പറയുന്ന അന്നത്തെ തോണി അപകടത്തിൽ മരിച്ചുപോയ ഒരു യുവാവിന്റെ പേരായിരുന്നു. അംജദ് ഖാൻ എന്ന് പറയുന്ന ഒരു പിഞ്ചു പൈതലും അന്ന് തോണി അപകടത്തിൽ മരിച്ചിരുന്നു. അവന്റെ 3 ആളുകളുടെ പേരിൽ അവിടെ സ്മൃതിയായി ഒരു അംഗനവാടി ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയപ്പോ, പ്രിയമുള്ളവരെ, മൊയ്തീൻ അന്തിയുറങ്ങുന്ന കൊടിയത്തൂര് മസ്ജിദിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ കടവില് ഇന്നും ആ അംഗനവാടിയുണ്ട്. ആ അംഗനവാടിയുടെ പേര് ചുരണ്ടു മാറ്റിയിട്ട് അതൊന്ന് എഴുതി ചേർക്കാൻ ഒരു 50 രൂപയുടെ മഷി മുടക്കി, പെയിന്റ് മുടക്കി ഒരു പണിക്കാരനെ കൊണ്ടുപോയി ആ പേരെഴുതി വെപ്പിക്കാൻ പോലും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അപമാനകരമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് വായനയ്ക്കേറെ പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക്, കലാപ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന CPM-കാരൻ പ്രത്യേകിച്ച് കൊടിയത്തൂർ, പ്രബുദ്ധമായ കൊടിയത്തൂർ ഭരിക്കുമ്പോൾ കൊടിയത്തൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന അങ്ങാടിയിൽ ഉസ്സൻ മാസ്റ്റർ സ്മൃതി എന്ന സാംസ്കാരിക നിലയം UDF സ്ഥാപിക്കുകയും അവിടെ കലാ കായിക മത്സരങ്ങൾക്ക്, അല്ലെങ്കിൽ കലാ മത്സരങ്ങൾക്ക് കവിതയുൾപ്പെടെ, പാട്ട് ഉൾപ്പെടെ, സംഗീതം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു സാംസ്കാരിക നിലയം ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊടിയത്തൂരിൽ ആരംഭിക്കുകയും ആവശ്യമായ മുഴുവൻ വാദ്യോപകരണങ്ങളും വാങ്ങുകയും അതിന് പരിശീലനം സൗജന്യമായി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായി അത് അടച്ചു പൂട്ടി എന്ന് മാത്രമല്ല, അവിടെ ആരംഭിച്ചത് തപാൽ ഓഫീസാണ്, പോസ്റ്റ് ഓഫീസാണ്. ഏതെങ്കിലും ഒരു പീഡിക മുറിയിൽ, ഏതെങ്കിലും ഒരു കോണിച്ചെരുവിൽ സ്ഥാപിക്കേണ്ട ഈ പോസ്റ്റ് ഓഫീസ് ഇത് നാട്ടിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ്. ഒരു സാംസ്കാരിക നിലയം അടച്ചു പൂട്ടിക്കൊണ്ട് ഈ കഴിഞ്ഞ ഭരണസമിതി സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾ പരിശോധിക്കണം കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചെന്നാ പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു, വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ കേരളത്തിലെ ലൈബ്രറി സംവിധാനത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുകയും അതിന്റെ നടത്തിപ്പുകാരായി ചമഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഇവർ ഭരിച്ച കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആകെ ഉണ്ടായിരുന്നത് പഞ്ചായത്തിന്റെ ഒരു ലൈബ്രറി ആയിരുന്നു. ആകെ ഉണ്ടായിരുന്നത് പഞ്ചായത്തിൽ ഒരു പാർട്ട് ടൈം ലൈബ്രറിയൻ ആയിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ ലൈബ്രറി ഉണ്ടോ? ഈ ഗ്രാമപഞ്ചായത്തിൽ ലൈബ്രറിയൻ ഉണ്ടോ? ഈ ലൈബ്രറി അടച്ചു പൂട്ടിപ്പോയി. ലൈബ്രറിയൻ അവന്റെ വീട്ടിലേക്ക് പോയി. പുതിയൊരു ലൈബ്രറിയെ നിയമിക്കാനും ലൈബ്രറി പുനരാരംഭിക്കാനും ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പഴയ രീതിയിലല്ല, പുതിയ കാലത്തെ മട്ടിലും കെട്ടിലും തുടർന്നു കൊണ്ടുപോവാൻ പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വരുന്ന പഞ്ചായത്ത് ത്രിതല തെരഞ്ഞെടുപ്പുകളിൽ വിജയിപ്പിച്ചയക്കേണ്ടത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വാർഡ് തലങ്ങളിൽ മത്സരിക്കുന്ന 16 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. 16 സ്ഥാനാർത്ഥികളും ആ വാർഡിന്റെയും ആ പ്രദേശത്തിന്റെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജനപ്രതിനിധികളാണ്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളാണ്. ഒരു വാർഡിൽ പോലും വാർഡ് മാറിയിട്ട് UDF-ന് ഒരാളെയും മത്സരിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ഒരു വാർഡിൽ പോലും UDF-ന് ഘടക കക്ഷികളുടേതല്ലാത്ത, ധാരണയുള്ള കക്ഷികളുടേതല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെയും സ്വതന്ത്രനായി നിർത്തേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇവിടെ മത്സരിക്കുന്ന പ്രതിപക്ഷത്തിന് വാർഡുകളിൽ മത്സരിക്കാൻ പോലും സ്വന്തം പാർട്ടിയിൽ നാളെ കിട്ടാത്തത് കൊണ്ട് ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും ഐക്യജനാധിപത്യ മുന്നണിയുമായി പെടലപ്പിണക്കമുള്ള ആളുകളെയാണ് നിർത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു വാർഡിൽ പോലും പ്രധാനപ്പെട്ട ആളുകൾ നിർത്താനില്ലാത്തത് കൊണ്ട് നിങ്ങൾ മറ്റു വാർഡുകൾ മാറിയിട്ടാണ് നിങ്ങൾ മത്സരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു ഭരണം നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ നേരിടുമ്പോൾ, ഒരേ ഒരു കാര്യമാണ് അവസാനമായി പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ, അവസാനമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഹരിതസേന എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ വീട് വീടാന്തരം യൂണിഫോം ഇട്ട കുറച്ച് വനിതകൾ കയറിയിറങ്ങുന്നുണ്ട്. ഈ വനിതകൾ വേസ്റ്റുകൾ ശേഖരിച്ച് അങ്ങാടികളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഇരുമ്പ് കൂട്ടിൽ, അത് പട്ടിക്കൂട്ട് പോലത്തെ ഒരു കൂട്ടിൽ ശേഖരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടറിയോട് അന്വേഷിച്ചത്, ഈ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നിങ്ങൾ ചെറുവാടി ചുള്ളിക്കപ്പറമ്പിൽ തരംതിരിക്കാൻ താൽക്കാലിക ഷെഡുണ്ട്, അവിടെ നിന്ന് തരംതിരിച്ചാണ് ഇത് സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നത് എന്നാ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടുത്തെ മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ
കഴിഞ്ഞ 5 വർഷക്കാലമായി 2 പരിപാടികളാണ്, 2 പദ്ധതികളാണ് ഈ ഭരണസമിതി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് റിംഗ് കമ്പോസ്റ്റ് ആണ്. റിംഗ് കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ വട്ടത്തിലുള്ള നമ്മളെ റിംഗ് ആണ്, സിമന്റ് കോൺക്രീറ്റ് റിംഗ്. കൊടിയത്തൂരിൽ ആർക്കും കാണാം. അതിന് 1250 രൂപ ഇവിടെ ഗുണഭോക്താവും 1250 രൂപ ഗ്രാമപഞ്ചായത്തുമാണ് മുടക്കിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ 2500 രൂപയാണ് ഒരു റിംഗ് കമ്പോസ്റ്റിന്റെ മുടക്ക്. വെറും 1600 രൂപക്ക് ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ വ്യക്തികൾ വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള റിംഗ് കമ്പോസ്റ്റിന്റെ റിങ്ങുകളാണ് 1600 രൂപയുടെ മുതലാണ് 2500 രൂപക്ക് ഈ ഭരണസമിതി ഇവിടെ വിതരണം നടത്തിയത്. അതിന്റെ പേരിൽ ലക്ഷങ്ങളാണ് ഇവിടെ അഴിമതി നടന്നിട്ടുള്ളത് എന്ന് പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഈ മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ അവർ നടത്തിയിട്ടുള്ള 2ാമത്തെ കടുംവെട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പട്ടിക്കൂട് പോലത്തെ ഒരു ഇരുമ്പ് കൂടാരം. ഇതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ശരിക്കും പഠിക്കണം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് 40,000 രൂപ മുടക്കിയിട്ടാണ് ഈ സംവിധാനം അവർ ഒരുക്കിയിട്ടുള്ളത്. ഒരു കൂടിന് തന്നെ 40,000 രൂപ. ഇന്ന് ഒട്ടനവധി ഇൻഡസ്ട്രിയൽ സംവിധാന സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരു ഇരുമ്പിൽ പണിയെടുക്കുന്ന ആളെ കൊണ്ടുപോയി പരിശോധിച്ചു കഴിഞ്ഞാലും 12,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ഏറ്റവും ക്വാളിറ്റിയുള്ള ഇരുമ്പ് ഉപയോഗിച്ചാൽ 15,000 രൂപയ്ക്ക് പൂർത്തീകരിക്കാവുന്ന ഒരു മുതലാണ് 40,000 രൂപ ചെലവഴിച്ച് ഈ ഗ്രാമപഞ്ചായത്ത് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നു, ഒരു ഗ്രാമപഞ്ചായത്ത് ഇത്രയ്ക്ക് ഭീമമായ തുക അഴിമതി നടത്തിയിട്ടുള്ള പദ്ധതി ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ടാവില്ല. ഇത് അഴിമതി എന്ന് പറയാൻ ഞാൻ കാരണം, ഇവിടെ ശേഖരിക്കുന്ന സാധനങ്ങൾ, മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഒരു സംവിധാനം പോലും ഒരുക്കിയിട്ടില്ല. ഇന്നലെയാണ് കാണുന്നത്, ചെറുവാടി ചുള്ളിക്കാപ്പറമ്പിൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ തൊട്ടടുത്ത് പണി തീരാത്ത ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന്റെ 1ാം നിലയിൽ തുറസ്സായ സ്ഥലത്താണ് ഈ മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോയി തരംതിരിക്കുന്നത്. പ്രിയമുള്ള നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അധികാരം ഒഴിഞ്ഞു പോയ ഒരു ഭരണസമിതി ഇവർ ലക്ഷക്കണക്കിന് രൂപ ഈ നിർമ്മാണ പ്രവൃത്തിയുടെ പേരിൽ കീശയിലാക്കിയതല്ലാതെ ഇവിടെ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതിന് ഉത്തരവാദിത്തത്തോടു കൂടിയ ഒരു തീരുമാനമോ ഒരു സംവിധാനമോ ഒരുക്കാതെയാണ് അവർ ഇറങ്ങിപ്പോകുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ ആവശ്യം റിംഗ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അത് പരാജയപ്പെട്ടതാണ്. പക്ഷെ കീശയിൽ കാശായിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനത്തിലും 10,000 ലക്ഷങ്ങൾ കീശയിലാക്കാനുള്ള പരിപാടിയല്ലാതെ ഒരിക്കലും ഇത് ഒരു ശാശ്വതമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു പക്ഷേ ഏറ്റവും വലിയ കടുംവെട്ട് കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിലും നടത്താത്ത രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൊടിയത്തൂരാണ്. ഞാൻ പറയാൻ കാരണം, ഈ ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയിലെ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾ എടുത്തുദ്ധരിക്കുമ്പോഴും വളരെ അടിസ്ഥാനപരമായി ഉന്നയിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിലെ 59 ആളുകളുടെ ഹെക്ടർ കണക്കിന് വയലുകൾ മണ്ണിട്ട് തൂർക്കാൻ ഔദ്യോഗികമായി അംഗീകാരം കൊടുത്ത ഏക ഗ്രാമപഞ്ചായത്ത് ഇത് കൊടിയത്തൂരാണ്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഡാറ്റാ ബാങ്ക് ഗ്രാമപഞ്ചായത്തിലുണ്ട്, ഡാറ്റാ ബാങ്ക് വില്ലേജിലുണ്ട്, ഡാറ്റാ ബാങ്ക് കൃഷിഭവനിലുണ്ട്. ഇതൊന്ന് പരിശോധിച്ചിട്ട് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഹെക്ടർ കണക്കിന് വയലുകൾ മണ്ണിട്ട് തൂർക്കാൻ അതിന്റെ അടിയിൽ കയ്യൊപ്പ് ചാർത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കൊടിയത്തൂർ. തീർത്തും ജനവിരുദ്ധമായ, തീർത്തും പ്രകൃതി വിരുദ്ധം എന്ന് പറയുമ്പോൾ വയലുകൾ മണ്ണിട്ടു എന്ന് മാത്രമല്ല, പുതിയ കോറികൾക്ക് യഥേഷ്ടം അനുമതി കൊടുത്ത, ക്രഷറുകൾക്ക് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അംഗീകാരം കൊടുത്ത ക്രഷറുകളെ കൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന്റെ പേരിൽ മറ്റ് നിയമവിരുദ്ധ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ക്രഷറുകളെ കൊണ്ട് മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ കോയായി വാങ്ങിയിട്ടുള്ള ഒരു ഭരണസമിതി കടന്നു പോകുമ്പോൾ ആ ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലവും കൊടിയത്തൂരിന് അപമാനമായിരുന്നു. ആ അപമാനത്തിൽ നിന്ന് കൊടിയത്തൂരിനെ മോചനമാക്കാൻ UDFന് ഒരു വോട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ജില്ലാ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ഓമശ്ശേരി ഡിവിഷനിൽ നിന്ന് കോണി ചിഹ്നത്തിൽ നാസർ എസ്റ്റേറ്റ് മുക്കാണ്. അതുപോലെ തന്നെ തിരുവമ്പാടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് ബിൽക്കിസ് ടീച്ചറാണ്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ കുന്നമംഗലം ബ്ലോക്ക് ഡിവിഷനിൽ ഉൾപ്പെട്ട കൊടിയത്തൂരിൽ നിന്ന് മത്സരിക്കുന്നത് നെതിറയാണ് കോണി ചിഹ്നത്തിൽ.
ചെറുവാടി ഡിവിഷനിൽ നിന്ന് ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്നത് കെ വി സുഹറയാണ്. രണ്ടുപേരും കോണി ചിഹ്നത്തിലാണ്. അതുപോലെ തന്നെ പന്നിക്കോട് ഡിവിഷനിൽ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് കെ പി സുഫിയാനാണ്. കൈപ്പത്തി ചിഹ്നത്തിലാണ്. വാർഡുകളിൽ നിന്ന് മത്സരിക്കുന്ന UDF പിന്തുണയ്ക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും പ്രിയപ്പെട്ട നാട്ടുകാരുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.